ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം ആരംഭിക്കുമ്പോൾ നമുക്ക് ഏലി പുരോഹിതനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 3-ാം വാക്യത്തിലാണ് ഏലിയെക്കുറിച്ചുള്ള ആദ്യ പരാമർശം നാം ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ കാണുന്നത്. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന തിരുവചന ഭാഗം ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ നിന്നാണ്. 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 17-ാമത്തെ എപ്പിസോഡിലേക്ക് അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനമെന്ന ആത്മീക ശുശ്രൂഷയാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. ഏലി പുരോഹിതനെക്കുറിച്ച് നാം ഓർത്തത് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ 2 അർത്ഥങ്ങളാണ്. ഒന്ന്, യഹോവ ഉയർന്നിരിക്കുന്നവൻ എന്നും 2, എൻ്റെ ദൈവം എന്നുമുള്ളത്. ഈ 2 അർത്ഥങ്ങളുടെ ആത്മീക വശങ്ങൾ നാം കഴിഞ്ഞ എപ്പിസോഡിൽ ദീർഘമായി ചിന്തിച്ചതായതുകൊണ്ട് ഞാൻ അതിലേക്ക് തിരികെ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാനിങ്ങനെ പറഞ്ഞ് മുൻപിലേക്ക് പോകുവാൻ ദൈവം മുൻപാകെ ആഗ്രഹിക്കുന്നു. 12-13 വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കട്ടെ. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന്. ഇങ്ങനെ ഹന്ന യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി പുരോഹിതൻ അവളുടെ വായ് സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാൻ ഇല്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവസന്നിധിയിൽ തകർന്ന ഹൃദയത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഹന്നായെ ഏലിക്ക് ആദ്യം ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാനിവിടെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനു മുൻപ് ഒരു വസ്തുത ഇങ്ങനെ പറയട്ടെ. ഇസ്രയേലിൽ പ്രാർത്ഥിച്ചിരുന്നത് മറ്റുള്ളവർക്ക് കേൾക്കത്തക്ക വിധത്തിൽ ആയിരുന്നതിനാൽ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾക്കാൻ കഴിയാതെ ഹന്ന പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഏലിക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയത് എന്ന് ഒരു വശം നമുക്ക് പറയുവാൻ കഴിയും. എന്നാൽ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഭാഗമായി ഞാനിങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ദൈവദാസൻ അവൻ തൻ്റെ ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥിതി അറിയുന്നവനായിരിക്കണം. തന്നെ ഏൽപ്പിച്ച ആടുകളുടെ സ്ഥിതി അറിയണം. തൻ്റെ ആടുകളുടെ അവസ്ഥ അറിയാനായിട്ട് ഒരു ശുശ്രൂഷകന് വളരെ ഉത്തരവാദിത്തമുണ്ട്. അതിന് ദൈവകൃപയിൽ അമിതമായിട്ട് ആശ്രയിക്കുകയും ഹൃദയങ്ങളെ അറിയുന്ന, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവിൻ്റെ മുൻപാകെ അവരവരുടെ ജീവിതങ്ങളെ സമർപ്പിക്കുകയും വേണം. അതുതന്നെയല്ല, ആത്മാക്കളുടെ ഉടയവനായ, ആത്മാക്കളുടെ ഇടയനായ, ഇടയശ്രേഷ്ഠനായ ദൈവത്തോട് നമ്മെ ഏൽപ്പിച്ച അജഗണങ്ങളെ എങ്ങനെ പരിപാലിക്കണമെന്നുള്ള ആലോചന നിരന്തരം അന്വേഷിക്കുന്നവനാകണം ഒരു ശുശ്രൂഷകൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അത് വലിയ കുറ്റമായിട്ട് വരും. നമ്മുടെ മുൻപിലെത്തുന്ന ജനത്തെ, അവരുടെ ഹൃദയത്തെ നമുക്ക് മാനുഷികമായി മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ മുൻപിലെത്തുന്ന ഒരു ശുശ്രൂഷകൻ്റെ മുൻപിലെത്തുന്ന ജനത്തെ മനസ്സിലാക്കുവാനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകും എന്നുള്ളതിന് യാതൊരു സന്ദേഹവുമില്ല. എന്നാൽ ഇവിടെ ഇതാ, ഏലിക്ക് തൻ്റെ മുൻപിൽ പ്രാർത്ഥിപ്പാൻ ദൈവസന്നിധിയിൽ കടന്നു വന്ന ഹന്നായെ മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്ന ഒരു ചരിത്രം ഇവിടെ മറഞ്ഞു കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ ഏൽപ്പിച്ച ആടുകളുടെ സ്ഥിതി എങ്ങനെയാണ് എന്നറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ പ്രാഥമിക ഉത്തരവാദിത്വം ദൈവമുൻപാകം നിർവഹിക്കത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ദൈവസന്നിധിയിൽ പരിശോധിക്കേണ്ടെന്ന ആവശ്യമുണ്ട്. അപ്പോൾ തന്നെ 2-ാമത്തെ വിഷയമെന്ന് പറയുന്നത്, ശുശ്രൂഷകന്മാർ മനുഷ്യരായതുകൊണ്ട് അവർക്കെന്തെങ്കിലും മാനുഷിക പരിമിതി വന്നു പോയാൽ അതിനെ വളരെ ദൈവകൃപയോടെ മനസ്സിലാക്കുവാൻ വിശ്വാസിക്കും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്താതിരിപ്പാൻ നിവൃത്തിയില്ല.
അങ്ങനെ പറയാൻ കാരണമെന്താ? ഹന്നായുടെ ജീവിതം നോക്കിയാൽ മതി. തന്നെ മനസ്സിലാക്കുവാൻ കഴിയാതിരുന്ന ഏലിയോട് അവൾ എന്താ പറഞ്ഞത്? 15-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയത്തെ പകരുകയത്രേ ചെയ്തത്. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. 16-ാം വാക്യം, അടിയൻ സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് തന്നെ മനസ്സിലാക്കുവാൻ കഴിയാതിരുന്ന ഏലിയോട് പിണങ്ങുകയോ പരിഭവം കാണിക്കുകയോ തിരിച്ചു പറയുകയോ ഒന്നുമല്ല ഹന്ന ചെയ്തത്. അവൾ ദൈവഭക്തയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഒരു ദൈവഭക്തരായ സഹോദരിക്ക് മാത്രമേ, ഒരു ദൈവഭക്തനായ സഹോദരന് മാത്രമേ പ്രതികൂലങ്ങളിൽ കൃപയോടെ ഇടപെടുവാൻ കഴിയുകയുള്ളൂ. ജഡികനായൊരു വിശ്വാസി തിരിച്ച് ആഞ്ഞടിക്കുമ്പോൾ, ജഡികനായൊരു വിശ്വാസി പകരത്തിന് പകരം ചെയ്യുമ്പോൾ, അവൻ്റെ തനി സ്വഭാവത്തെ വെളിപ്പെടുത്തുമ്പോൾ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ദൈവഭക്തർ ഉചിതമായത് മാത്രമേ ചെയ്യുകയുള്ളൂ. ഇന്നും അനേക ദോഷങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പലതിനും ദൈവഭക്തന്മാർ പ്രതികരിക്കാത്തത് ഈ ബോധ്യം അവരെ നന്നായി ഭരിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമ്മോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെ കൃപയോടെ ഇടപെടുവാൻ പറയേണ്ടുന്ന വിഷയങ്ങൾ പറയുക തന്നെ വേണം. പക്ഷേ അത് കൃപയുടെ മറവിൽ നിന്ന് ദൈവത്തിൻ്റെ ആലോചന ഉണ്ടെങ്കിൽ മാത്രമേ ആകാവൂ എന്നുള്ള ചിന്ത ഇവിടെ മറഞ്ഞു കിടപ്പുണ്ട്. എനിക്ക് തന്നെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ ഉത്തരമായി എത്ര കൃപയോടും വിനയത്തോടുമാണ് ഹന്ന സംസാരിക്കുന്നത്. അത് ഓരോ വിശ്വാസിക്കുമുള്ള മാതൃകയാണ്. നാം ഉൾപ്പെടുന്ന പ്രാദേശിക സഭകളിൽ മനുഷ്യരുടെ നാം ജീവിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഏറെ കൃപയോടെ ദൈവത്തിൻ്റെ ആലോചനയുടെ അടിസ്ഥാനത്തിൽ മാത്രം പറയുവാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും ജഡികമായ രീതിയിൽ പ്രതികരിക്കാതിരിപ്പാൻ കർത്താവ് നമുക്ക് ധാരാളം കൃപ തരട്ടെ. ഇത്തരത്തിൽ വളരെ വിനയത്തോടും ദൈവകൃപയോടും പെരുമാറിയ ഹന്നയോട് എങ്ങനെയാണ് ഏലി പുരോഹിതൻ തിരികെ സംസാരിച്ചതെന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, അതിന് ഏലി, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവിടുന്ന് നിനക്ക് നൽകുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു. തൻ്റെ കുറവ് അവൻ മനസ്സിലാക്കുക മാത്രമല്ല, സമാധാനത്തോടെ വളരെ പ്രാർത്ഥനയോടെ ആ സഹോദരിയെ ആ ദൈവദാസൻ യാത്രയാക്കുന്ന അനുഗ്രഹീതമായ ചിത്രമാണ് കാണുവാൻ കഴിയുന്നത്. അവൾ ഭക്ഷണം കഴിക്കുന്നു, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവഭക്തരായവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവിടെ തണുപ്പ് അനുഭവപ്പെടുകയും ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും. ഫിലേമോൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ഹൃദയങ്ങളെ തണുപ്പിക്കുന്നവരായി നമുക്ക് തീരാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും കൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ഹിതം നമുക്ക് നിവർത്തിക്കാം. അതിനായിട്ട് ദൈവം തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മാത്രം മഹത്വമുണ്ടാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.